ഹായ് ഓൾ. നിലവിൽ നടക്കുന്ന ഈ യുദ്ധമുഖത്ത് ഇറാൻ പരാജയപ്പെടുമോ? ഇറാന്റെ ഭാവി എന്താവും എന്നുള്ള ചർച്ചകളാണ് ലോകത്താകമാനം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇസ്രായേൽ അമേരിക്കൻ ശക്തികളും മറുഭാഗത്ത് അവരെ പിന്തുണക്കുന്ന രാജ്യങ്ങളും ലോകത്തിലുണ്ടാവുന്ന സാമൂഹ്യ ഘടനയും അറബ് രാജ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു സംഘർഷത്തിൽ പ്രത്യേകിച്ചും ഇറാൻ ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ യുദ്ധത്തിൽ ഇറാന് എന്ത് സംഭവിക്കുമെന്നുള്ള ചർച്ചകളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇറാൻ ഇനി എന്ത് സ്ട്രാറ്റജിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ഇന്ന് ഇറാനിൽ ഒരു ഇവരുടെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനം F-35 ഫൈറ്റർ ജെറ്റിനെ അവർ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു തരത്തിലേക്ക് ഇറാന്റെ ശക്തിയുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാൻ ഇനി എത്ര നാൾ ഈ യുദ്ധത്തെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം മിസൈൽ സംവിധാനങ്ങളാണ് അവരുടെ പലതരത്തിലുള്ള ബാലിസ്റ്റിക്, ക്രൂയിസ്, ഹൈപ്പർസോണിക്, സൂപ്പർസോണിക് മിസൈലുകൾ. ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കൃത്യമായിട്ട് പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കടലിൽ നിന്നും വിക്ഷേപിക്കുന്ന തരത്തിൽ അത് അവർ സെറ്റ് ചെയ്ത് വരികയാണ്. മരുഭൂമിയിൽ ഇറാനിൻ്റെ വിവിധ മേഖലകളിൽ, ഇറാൻ എന്നുള്ളത് ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രാജ്യങ്ങളിൽ പെടുന്നതാണ്. ഇതിൻ്റെ ഭൂപ്രകൃതി എന്നുള്ളത് വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ ഈ മിസൈൽ വിന്യാസം നേരത്തെ തന്നെ നിലയുറപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ശക്തി അതാണ്. മറ്റൊന്ന് ഡ്രോണാണ്. ഈ F-35 പോലെയുള്ള $1 മില്യൺ വില വരുന്ന യുദ്ധവിമാനങ്ങളെ കൊണ്ട് അമേരിക്കയും ഇസ്രായേലും യുദ്ധം നടത്തുമ്പോൾ ഇറാൻ നടത്തുന്നുള്ളത് ചെറിയ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന, എന്നാൽ അത്യാവശ്യം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പറക്കാൻ പറ്റുന്ന ഫൈറ്റർ ജെറ്റുകളാണ്. ഈ ഫൈറ്റർ ജെറ്റുകളെ ഉപയോഗിച്ചാണ് ഈ 15 രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുന്നത്. ഈ മിസൈലുകളും അതിനുപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിലേക്ക് പ്രധാനമായിട്ടും ഫൈറ്റർ ജെറ്റും ഈ ബാലിസ്റ്റിക് അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകളൊക്കെ നിരന്തരമായി വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ആക്രമണങ്ങളാണ് ഇറാൻ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഇത് ഇനി എത്ര നാൾ തുടരുമെന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യം, ഇറാന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്. US എംബസി, US-ൻ്റെ ബേസുകൾ, US യുദ്ധക്കപ്പലുകൾ, ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങൾ, ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ഓഫീസ്, ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ആസ്ഥാനം, CIA-യുടെ ആസ്ഥാനം, ഈ ഇസ്രായേലി സയനിസ്റ്റ് നിക്ഷേപങ്ങളുള്ള അറേബ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ നിക്ഷേപങ്ങളുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ പ്രവിശ്യകളുടെ സ്ഥലങ്ങൾ, അത് സൗദി ആയാലും ഖത്തർ ആയാലും UAE ആയാലും ഇവിടെയൊക്കെ ഇറാൻ്റെ റഡാറിൻ്റെ പരിധിയിലാണ്. അഥവാ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇറാന്റെ കയ്യിലുണ്ട്. അതാണ് ഇത്രയും ദിവസത്തെ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു ആക്രമണവും സിവിലിയൻസിനെ ലക്ഷ്യം വെച്ച് നടത്തുന്നില്ല എന്ന് മാത്രമല്ല, അത് കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, US എംബസി, US-ൻ്റെ കോൺസുലേറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ, അവരുടെ സൈനിക താവളങ്ങൾ, അവരുടെ നിക്ഷേപങ്ങളുള്ള സ്ഥലങ്ങൾ, CIA ഏജന്റുമാർ തമ്പടിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഈ മൊസാദിൻ്റെയൊക്കെ ഇത്തരം കേന്ദ്രങ്ങൾ, ഇതൊക്കെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര കാലം യുദ്ധം തുടർന്നാലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഇപ്പോൾ ആദ്യത്തെ 2-3 ദിവസം കനത്ത ആക്രമണങ്ങളാണ് എല്ലാ രാജ്യങ്ങളിലേക്കും ഇറാൻ നടത്തിയത്. ഇപ്പോഴതിൻ്റെ തോത് ചെറുതായിട്ടൊന്ന് കുറച്ചു വരുന്നുണ്ട്. അഥവാ ഇറാൻ കൂടുതൽ ഇപ്പോഴൊരു ഡിഫൻസീവ് സ്റ്റൈലിലേക്ക് കാര്യങ്ങളെ മാറ്റിയിട്ടുണ്ട്. കാരണം ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണിത്. ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യോമാക്രമണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേൽ ലെബനനിൽ വ്യോമാക്രമണങ്ങളും കരയാക്രമണങ്ങളും നടത്താൻ പോകുന്നുവെന്നാണ്. അവരുടെ മെർക്കാവ ടാങ്കുകൾ ഹിസ്ബുള്ള ലക്ഷ്യമാക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. എങ്കിലും
ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ അതിർത്തി മേഖലകളിൽ നിന്ന് തന്നെ ഈ അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ തടുത്തു നിർത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ കൂടുതൽ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ ഈ യുദ്ധവിമാനങ്ങളെയൊക്കെ ഇവർക്ക് നഷ്ടപ്പെട്ടാൽ, ജെറ്റുകളെ നഷ്ടപ്പെട്ടാൽ $1 മില്യൺ അമേരിക്കയെയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാവുന്നത്. ആദ്യ ദിവസത്തെ ആക്രമണത്തിന് തന്നെ അമേരിക്കയ്ക്ക് ഏകദേശം 8500 കോടി രൂപ ചെലവ് വന്നെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം എല്ലാ രീതിയിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാകും. പിന്നീട് അവിടെ ഒരു കുർദിസ്ഥാൻ എന്നുള്ള ആശയവുമായിട്ട് ഇറാനിനകത്ത് ഉള്ള കുർദ് രാജ്യം എന്ന് നിലപാടുള്ള ഇറാനിലും ഇറാഖിലും സിറിയയിലും ഒക്കെ ആളുകളുള്ള കുർദ് വിഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കരയാക്രമണമാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അഥവാ അമേരിക്കയുടെ ആയുധങ്ങൾ നേരത്തെ അൽഖ്വയ്ദക്കോ അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങൾക്കോ പല സമയത്തും നൽകിയതുപോലെ ഈ നാട്ടിലുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് ആയുധം നൽകുക, എന്നിട്ട് അവിടെ ഒരു കരയാക്രമണം നടത്തുക, എയർഫോഴ്സിന്റെ ആക്രമണം ഒരു ഭാഗത്ത് നടത്തുക, മറുഭാഗത്ത് ഈ വിഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അരക്ഷിതമായ മാർഗങ്ങളിലൂടെ ഭരണത്തെ അട്ടിമറിക്കുക. ഇതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതും അത്രയും എളുപ്പമല്ല. കാരണം ഈ കുർദിസ്ഥാൻ ഗ്രൂപ്പുകൾ എന്നുള്ളത് ഇതുവരെയും അത്തരം ഒരു താല്പര്യങ്ങൾ മുൻനിർത്തി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇറാനകത്ത് നടത്താൻ തയ്യാറായിട്ടില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഇറാഖിൽ നിന്നുള്ള ഖത്തൈബ് ഹിസ്ബുള്ള അവരുടെ ഒരു നിലപാടായിട്ട് പറഞ്ഞത് കുർദിസ്ഥാൻ ഗ്രൂപ്പുകളോടാണ്, നിങ്ങൾ ഈ യുദ്ധത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യണം, നിങ്ങൾ ഒരിക്കലും ഇതിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നിന്നു കൊടുക്കരുത് എന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് നിലവിൽ നടക്കുന്ന സാഹചര്യത്തിൽ കുർദിസ്ഥാൻ ഗ്രൂപ്പോ അല്ലെങ്കിൽ കുർദ് ഗ്രൂപ്പുകളോ ഏതെങ്കിലും രീതിയിലുള്ള സായുധപരമായ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. ഇനി അമേരിക്ക വമ്പൻ ഓഫറുകൾ കൊടുത്ത് ഇവരെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഇറാനിൽ ചെയ്താൽ ഈ വിഭാഗം എന്നുള്ളത് പല സമയത്തും വിവിധ നാടുകളിൽ ചതിക്കപ്പെട്ട വിഭാഗമാണ്. അത് സിറിയയിലായാലും ഇറാഖിലായാലും അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തായാലും നിരന്തരമായിട്ട് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട് ചതിപ്രയോഗങ്ങളുടെ ഇരയായവരാണ് ഈ കുർദുകൾ എന്നുള്ളത്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ അവർ അതിനുള്ള പുനർവിചിന്തനം ഏതായാലും നടത്തും. നിലവിൽ അവർ തുർക്കി എന്നുള്ള രാജ്യത്ത് അവരുടെ വിമത പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സിറിയയിലും വിമത പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സിറിയയിൽ ബഷർ അൽ അസദ് അവരെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഭരണഘടനയിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണ പ്രക്രിയയാണ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുർദ് ഗ്രൂപ്പുകളും ഇത്തരത്തിലുള്ള സായുധ ആക്രമണങ്ങൾക്ക് തയ്യാറാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ലോകത്താകമാനം ഇറാന് അനുകൂലമായ ഒരു സാഹചര്യം മുസ്ലിം ലോകത്തുണ്ട് എന്ന് കുർദ് ഗ്രൂപ്പുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ മറുത്തുള്ള കാര്യം ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ചെയ്താൽ തന്നെ ഇറാന് അവിടെ ബാസിജ് ഫോഴ്സ് എന്ന സമാന്തര സേനയുണ്ട്. IRGCയെ പോലെ തന്നെ സമാന്തരമായി പ്രവർത്തിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ സേവനം ചെയ്യുന്ന ഇറാന്റെ സിവിൽ സേന എന്ന് വിശേഷിപ്പിക്കാവുന്ന ബാസിജ് ഫോഴ്സ്, ഇതിൽ സ്ത്രീകളും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബാസിജ് ഫോഴ്സുകൾ. അതായത് സമ്പൂർണമായിട്ടും IRGCക്കോ അല്ലെങ്കിൽ ഇവരുടെ സേനാ വിഭാഗങ്ങൾക്കോ നിയന്ത്രണം നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ബാസിജ് ഫോഴ്സ് അവിടെ പ്രവർത്തനം തുടങ്ങും. അപ്പോൾ ഈ കുർദ് ഗ്രൂപ്പുകൾ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള സായുധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവിടെ ബാസിജ് ഫോഴ്സ് സുശക്തമാണ്. എല്ലാ മേഖലകളിലും ഇറാന്റെ അവർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാസിജ് ഫോഴ്സ് ഉണ്ടാവുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഇസ്രായേലിനും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം ഒരു കരയാക്രമണത്തിലൂടെ ഇറാനിലെ ഭരണമാറ്റമോ ലക്ഷ്യമോ നേടിയെടുക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ്, എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത്. ഇറാനിയൻ ആക്രമണം വരും ദിവസങ്ങളിലും തുടർന്നു കൊണ്ടേയിരിക്കും, ഇപ്പോഴും തുടരുന്നുണ്ട്, വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത. ഇസ്രായേലിനെ അതിശക്തമായി ആക്രമിക്കുക, പ്രത്യേകിച്ചും താഡ് സംവിധാനം, പാട്രിയറ്റ് സംവിധാനമൊക്കെ ഖത്തറിലുള്ള അമേരിക്കൻ വ്യോമ സംവിധാനങ്ങളെ തകർത്തുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഏകദേശ സ്ഥിരീകരണങ്ങൾ ഈ കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. അഥവാ പ്രതിരോധ സംവിധാനങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. ഇറാൻ പറയുന്നത് അവരുടെ ഏറ്റവും നൂതനമായ മിസൈലുകൾ ഇനിയും ഉപയോഗിക്കാനുണ്ട്, ഞങ്ങളുടെ
അടുത്ത് ഇനിയും ഉപയോഗിക്കാത്ത അസ്ത്രങ്ങളുണ്ട് എന്നുള്ളതാണ്, ആയുധങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ഒരു സമയം എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ സിറ്റുവേഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ എന്നുള്ളത് ഇവരുടെ ഡിഫൻസ് സംവിധാനത്തെ പരമാവധി നിർജീവമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പ്രത്യേകിച്ചും ഗൾഫ് റീജിയണിലുള്ള, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള ഈ പ്രതിരോധ സംവിധാനങ്ങളെ നിരന്തരമായ ആക്രമണം നടത്തി നിർജീവമാക്കുക. മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിലേക്കും നിരന്തരം ആക്രമണം നടത്തി അവിടെയും ഈ ഒരു നിർജീവാവസ്ഥ ഈ ഡിഫൻസ് സിസ്റ്റത്തിൽ വരുത്തുക എന്നുള്ളതാണ് ഇറാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നിരന്തരമായി നടത്തിയതിന് ശേഷം ഇപ്പോൾ വലിയ ചെലവാണ് ഇതിന് വരുന്നത്. ഇതിന് വീണ്ടും വീണ്ടും നിർമ്മാണങ്ങൾ പുരോഗമിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരുപാട് സമയമെടുത്ത് ഇപ്പോൾ കൊറിയയിൽ നിന്നൊക്കെ ഡിഫൻസ് സിസ്റ്റം കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അമേരിക്കയുടെ സിസ്റ്റം കൂടുതൽ ഇസ്രായേലിനെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ ദിവസം UAE-യുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നതാണ്. അമേരിക്കയുടെ സിസ്റ്റം അവിടെ നിന്നും മാറുകയും പകരം ഫ്രാൻസിൻ്റെ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഇറാൻ്റെ ആക്രമണങ്ങളെ UAE തടയുന്നതും എന്നതാണ് ഈ ഫ്രഞ്ച് പ്രസിഡന്റ് തന്നെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എങ്കിലും നിലവിലുള്ള പശ്ചാത്തലത്തിൽ യുദ്ധം നീണ്ടാൽ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അവസ്ഥയിൽ അവർ എന്തിനും അന്തിമമായ പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവർക്കത് പ്രശ്നമുള്ള കാര്യമല്ല. ഒരു 45 വർഷത്തോളമുള്ള അവരുടെ ഇസ്ലാമിക റവല്യൂഷന് ശേഷമുള്ള ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് അവർ എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇത്രയും കാലം കൊണ്ട് ഉണ്ടായി. അവിടുത്തെ ആഭ്യന്തരമായ കൃഷിയടക്കമുള്ള കാര്യങ്ങൾ ഇനി മറുനാടിലേക്ക് കയറ്റിയടക്കേണ്ടതില്ല എന്നുള്ള ഭക്ഷ്യധാന്യങ്ങൾ കയറ്റിയടക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടക്കുന്നു. ഈ പൂർണ്ണമായിട്ടും അടച്ച ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾ പോലും അകപ്പെട്ടിരിക്കുകയാണ്. അവർ ഇന്ത്യയുടെ സർക്കാരിന്, ഇന്ത്യൻ നാവികരൊക്കെ ഇന്ത്യയുടെ സർക്കാരിന്, കേന്ദ്രത്തിന് ആവശ്യപ്പെടുകയാണ് സഹായിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഇന്ത്യ ഒരു പിന്തുണ നൽകിയ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഇനി ഇന്ത്യയോട് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നിലവിലുള്ള പശ്ചാത്തലത്തിൽ ഇറാന് ഇതൊരു വിഷയമുള്ള കാര്യമല്ല. മറ്റൊന്നുള്ളത് ഇറാന്റെ ആഭ്യന്തര ശാക്തീകരണമാണ്. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു, പകരം അടുത്ത പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംവിധാനങ്ങൾ എന്നുള്ളത് പലപ്പോഴും മുമ്പിലേട്ട് കാണുമ്പോൾ IRGC-യുടെ മേധാവി, സൈനിക മേധാവി, നേവൽ വിങ്ങിന്റെ മേധാവി, പലതരം രാഷ്ട്രീയ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും സമാന്തരമായി ഇതിനെ 2, 3, 4 ലെയറിലുള്ള പ്രവർത്തിക്കാൻ ഉതകുന്ന കമാൻഡർമാർ ഓരോ വിഭാഗത്തിനുമുണ്ട് എന്നുള്ളതാണ് ഇവരെ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. അവരൊക്കെ പലരും ഹൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അഥവാ ഇവിടെ ഒരു ഔദ്യോഗികമായിട്ട് സൈനിക മേധാവിയുണ്ട് IRGC-ക്ക്. അവരെയാണ് ലോകത്തിന് അറിയുക, അല്ലെങ്കിൽ ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയുക. അതിൻ്റെ 2ാം കിട കമാൻഡർമാരുണ്ട്, 3ാം കിടം ഉണ്ട്. അവരൊക്കെ ഈ ഒരു അതാത് സമയത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യഘട്ടത്തിലുള്ള ആളുകൾ മരണപ്പെട്ടാൽ, രക്തസാക്ഷിത്വം വരിച്ചാലാണ് അടുത്ത ആളുകൾക്ക് ആ ചുമതല വഹിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നേരത്തെ തന്നെ ഞാൻ പല വീഡിയോയിലൊക്കെ കാര്യം പറഞ്ഞിരുന്നു. ആയത്തുല്ലാ അലി ഖമേനി തൻ്റെ അവസാന ഘട്ടത്തിൽ ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇറാന് മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല, വിവിധ തലത്തിലുള്ള ലെയറിലുള്ള സൈനിക നേതൃത്വങ്ങളും ഭരണ നേതൃത്വങ്ങളും ഓരോ ഇടത്തുമുണ്ട്. അപ്പോൾ ഒരാൾ മരണപ്പെട്ടാലോ കൊല്ലപ്പെട്ടാലോ സമാന്തരമായിട്ട് മറ്റൊരാൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനും ഇറാനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതും അത് തന്നെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നതും. അങ്ങനെ ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലൂടെ മാത്രമേ ഇസ്രായേലിനെ ഈ മേഖലയിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ കഴിയുമെന്നും ഇറാനിൽ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യവുമാണ്.